ഇത് മത്സരം വരും വെയിൽ അത് നമ്മളൊക്കെ അത്രയും വെയിലത്ത് വന്ന് നിക്കണല്ലേ അതിനാണ് നമ്മള് മുളക്കുന്ന പേരിട്ടേ നിങ്ങളെന്താ ഇങ്ങനെ ഗ്രൂപ്പിൽ ഇങ്ങനെ പറഞ്ഞാണ്ട് അത് ശരിയല്ലല്ലോ നിങ്ങളിങ്ങനെ ഗ്രൂപ്പിൽ പറഞ്ഞു കൊടുക്കാം വരിവരിക്ക് കയറ്റിയാൽ മതി എന്നാണ് മാളിക്കൽ സാജി പറയുന്നത് നിയമപ്രകാരം. നിങ്ങളെ അഭിപ്രായം എന്താ പറഞ്ഞേ? എന്റെ അഭിപ്രായം എന്താ വെച്ചാല് രാവിലെ വരിക കോറിക്ക് വരിക ഗ്യാപ്പ് കിട്ടിയ കയറ്റി പോകും. വണ്ടിയിൽ പെരയിൽ കടന്നുറങ്ങണം എല്ലാരും. മുതലിട്ടൂല കുളിച്ചെടുത്താണ്ട് ഇവിടെ ചോറ് കൊടുക്കേണ്ട പരിപാടി ഒന്നുമില്ല. പൈച്ചുണ്ടെങ്കിൽ നീച്ച് തിന്നുക. ഇവിടെ വന്നാണ്ട് കോറിയിൽ വന്ന് നിക്കുക എന്നിട്ട് വേണമെങ്കിൽ കല്ലേറ്റി പോകുക. അല്ലാണ്ട് ഇവിടെ പറഞ്ഞൊരു മറ്റോ പറഞ്ഞൊരു എത്തിയാണ്ട് അതിന് മുതലിട്ടൂല. ഒരുത്തോടെ ബുക്കാൻ വേണ്ടി നിക്കാണ് മറ്റോനെ മേത്ത് കയറി ചാടാം. ഒരുത്തോടെ പൂണ് കിട്ടിയാ മറ്റൊരു കല്ലേറ്റി നിക്കാണ്. സലാമ കണ്ടില്ല കൊട്ടമ്പേരത്ത് പെരുമ്പേല് കൊണ്ടു നിക്കാണ് പക്കത്തിനുള്ളിൽ കൂടിയൊക്കെ. കാരണം എന്തോ വേറൊരു കണ്ടോ ഒരാളിരിക്കണോ ചെറിയ തണുപ്പൊട്ടിയാണ്. ആ തണുപ്പിൽ ഇരിക്കാണ്. പാവങ്ങളാണ് ഒക്കെ കേട്ടോ. ഒച്ച പാവങ്ങളാണ്. കാരണം പെരുമ്പേല് അതിനിടെ കൂടെ ഏറ്റവും കൂടെ തിരക്കൊണ്ടുണ്ട്. ഒന്നും ഉണ്ടാക്കിയമാരെ ബുദ്ധപ്പള്ളി രണ്ടും തിരക്കൊണ്ടതാ. വമ്മ കച്ചറ നിങ്ങള് രണ്ടും മടന്ന് ഇറങ്ങിയൊന്ന് അടിച്ചാണി. ആ മണ്ണ് കൂടെ കടന്നൊന്ന് ഉരുളി കുപ്പായത്തുമ്മലൊക്കെ ചളിയൊക്കെ രണ്ടു മഴ ഇറങ്ങിയാണെന്ന് ഒന്ന് തച്ചാണി നിങ്ങള് ഒന്ന് തല്ലൂടി. മണ്ണ് കൂടെ കടന്നോണ്ട് ഉരുണ്ടോളി. പാവങ്ങളാണ്. ഒരു കരിങ്കല്ലിലാണ് ഈ തിരക്കുള്ളത്. ആൾക്കാരുടെ അടുത്തും വലിയ സംഭവം തന്നെ വേറെ തന്നെയാണ്. ഒരു ലോഡ് കല്ലിനാണ് ഈ തിരക്കുള്ളത്. അടിച്ച് കൊടുക്കുവനെ ഏന്തിച്ച് കൊടുക്ക്. ആ വണ്ടി നിങ്ങോട്ട് കൊടുക്ക്. രാജ അങ്ങോട്ടും കൊടുക്കത്തോ. അല്ലെങ്കിൽ നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ഒന്നോട് ഉരുണ്ടാണ് ആ മണ്ണ് കൂടെ ചെല്ലി. കല്ല് കിട്ടിയിട്ടില്ല. ഞങ്ങൾ പിന്നെ താഴത്തേക്ക് ഇറങ്ങി. 44-45 നമ്പർ ഒന്നിന് ചൂടായി അരമണിക്കൂർ. ആ ചൂടാറാൻ വേണ്ടി കണ്ട് താഴത്തേക്ക് തന്നെ ഇറങ്ങി. ഇനി പിന്നെയും വെടി പൊട്ടി മേലക്കന്നെ മരുഭൂമിക്ക് പോകണം. വീണ്ടാമതും മരുഭൂമിക്കും. അപ്പൊ ഇതിന് മുന്നിൽ വന്നു മൂന്നാലോ ഇനി വെയിലുള്ള ഇതിനേക്കാളും നല്ല ഗൾഫിലെ പണിയല്ലേ ഒക്കെ കണക്കാണ്. അറബ് ജീവിതം ഒട്ടക ജീവിതം നമുക്കല്ലേ ഏറ്റവും നല്ല അതാണ്. ഐറ്റങ്ങളായിട്ട് നാക്കാലികളായിട്ട് മല്ലി കെട്ടിക്കല്ലേ. ഞാനൊരു ആഗ്രഹം മറക്കത്തില് എന്താ വെച്ചാല് ഒരു 5 ഏക്കർ ഡബ്ബർ തോട്ടം അതിന്റെ നടുവിൽ ഒരു പേര് ആ 4 പപ്സും ഞാൻ കുറിച്ച് ഇങ്ങനെ കുത്തിരിക്കും. ആ വരുന്നത് ഇങ്ങനെ മുന്നത്തി ബാഗത്തി വണ്ടി വന്ന് ചൂടായി ഞങ്ങളെ കൂടത്തത് ഏറ്റവും പ്രായമുള്ള ആളാണ്. 70 വയസ്സിലും ഒരു മസ്തിയും കൊണ്ടാണ് നടക്കുന്നത്. അയാൾക്കൊക്കെ ശരിക്കും 4 പേരിനെയും കൊണ്ട് കല്ലിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഞങ്ങൾ ഈ വെയിലും കൊണ്ട് പെരും വെയിൽ പറഞ്ഞാൽ പെരും വെയില്. എന്നാൽ വണ്ടിയിൽ ഫാൻ ഉണ്ട്. അവിടെ ഒരു കാര്യമൊന്നുമില്ല. ചെറുക്കനുണ്ട് ഇവിടെ. ഓനും നിൽക്കണോ 60-ാമത്തെ വണ്ടി, ഞാൻ 44-ാമത്തെ വണ്ടി. എന്തിനാ കുറെ കായും പണം അല്ലേ? മഴയായാലും ശരി വെയിലായാലും ശരി നമ്മളിങ്ങനെ അടിമാളം മാറി ഇങ്ങനെ ജീവിച്ചാണ്. ഏത് കാലത്ത് നമ്മളൊക്കെ ഒന്ന് രക്ഷപ്പെടാം. എൻ്റെ ആഗ്രഹം എന്താടാ? എനിക്കെന്താ ആഗ്രഹം എന്ന് പറഞ്ഞാൽ എനിക്കൊരു 5 ഏക്കർ ഡബ്ബർ തോട്ടാനും നടുവിലൊരു വാർപ്പൻ്റെ വരണം എൻ്റെ ആഗ്രഹം. എന്നാ ഈ കല്ലേറ്റാനും കട്ടയേറ്റാനും ഇതിങ്ങനെ വരണ്ടല്ലോ. നമ്മളാഗ്രഹം അതാട്ടോ. ഒരു 5 ഏക്കർ ഡബ്ബർ തോട്ടം അതിൻ്റെ നടുവിലൊരു പേരി. എന്നാൽ പിന്നെ എന്താ വെച്ചാൽ നല്ലൊരു ചാറ് കസാലയും വാങ്ങി ആ സീറ്റ് ഔട്ടിൽ ഇങ്ങനെ പപ്സും ചായയും കുടിച്ച് ഇങ്ങനെ കുത്തിരിക്കുക. അല്ലാണ്ട് ഇപ്പം ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ കൊല്ലങ്ങളായിട്ട് കല്ല് കയറ്റി രക്ഷപ്പെടില്ലല്ലോ. എന്നും കല്ലും എംസാനും മെറ്റലൊക്കെ കയറ്റുണ്ട്. ഒരു കൊല്ലം കഴിഞ്ഞാൽ രക്ഷപ്പെടുക, ഒരു കൊല്ലം കഴിഞ്ഞാൽ രക്ഷപ്പെടില്ല. ഇപ്പോൾ 11 കൊല്ലം കയറ്റി 11 കൊല്ലം കഴിഞ്ഞിട്ടും നമ്മൾ രക്ഷപ്പെടുന്നില്ല. അങ്ങനെ മറ്റേ തിരുപ്പാൻ ഒരു മൂഞ്ച ജീവിതം. ചെറുക്കനെ കണ്ടില്ലേ? പാവാണ്. പൂക്കോടുംപാടത്ത് വന്നതാണ്. എല്ലാവരും വന്ന് കുത്തിരിക്കൽ തുടങ്ങിയാണ്. പുറത്തത്തെ വെയിലുണ്ടല്ലേ, വണ്ടിയാൾ നിൽക്കുന്നുണ്ടല്ലേ. വെയിൽ പറഞ്ഞാൽ പെരും വെയിലത്ത് ഇങ്ങനെ ഇപ്പം കിട്ടും നേരത്തെ നിൽക്കുകയാണ്. അപ്പോൾ അതിന് നമ്പർ പ്രകാരം മുന്നത്തെ വണ്ടികൾ ഇങ്ങനെ വരികയാണ്. കുറേ ഏത് കാലത്ത് രക്ഷപ്പെടില്ല. അതാ വേറൊരു വണ്ടിക്കാരൻ വരുന്നുണ്ട്. ഇനിയിപ്പോൾ അത് മുന്നിലാണെങ്കിലും ബാക്കിലാണെങ്കിലും ഈ വെയിലത്ത് നിൽക്കണം. ഇതിൻ്റെ മുകളിലൊരു ബിൽഡിങ്ങോ ഒരു മരമോ
ഒരു മരത്തിന്റെ തണലോ ഒരു ബിൽഡിങ്ങിന്റെ ചൂട്ടിലോ പോയിക്കാൻ കഴിയൂല കണ്ടില്ലേ. പെരും വെയിലത്ത് മരുഭൂമിയിൽ പോയി പണിയെടുത്താലും ചിലപ്പോൾ 20 റുപ്യ 30 റുപ്യ ശമ്പളം ഉണ്ടാവും മാസം. ഇത് മരുഭൂമിനേക്കാളും വലിയ വെയിൽ കൊള്ളണം ഇവിടെ. അങ്ങനെയൊക്കെയാണ് അവസ്ഥകൾ. പാവമാണ് ടിപ്പർ ഡ്രൈവർമാരൊക്കെ, പച്ചപ്പാവങ്ങളാണ്. ചെറുക്കൊക്കെ ഉണ്ടല്ലേ ഇവിടെ വന്ന് ഒത്തിരിക്കണ്. ഇതിലിപ്പോൾ കണ്ട് ഫാനുണ്ട്. ഫാനുണ്ടായിട്ട് വലിയ കാര്യമൊന്നുമില്ല, ചൂട് കാറ്റാണ്. ഈ തകരപ്പാട്ടൻ്റെ ഉള്ളിലല്ല കുത്തിരിക്കണേ. അതുപോലെ മരം കൊണ്ടൊന്നല്ലല്ലോ ഇത്. ഇത് ഫുള്ള് ഇരുമ്പ്, മറ്റേ തകരാണ്, ഇരുമ്പ്. അവർക്കല്ലേ കച്ചവടമായിട്ട് ഈ കൊണ്ടുവന്നിക്കണ്. സോപ്പും മറ്റേ എന്തൊക്കെ എന്താണ്, എത്ര എണ്ണ ഉണ്ടത്? പിന്നെ സോപ്പ്, അതേപോലെ നല്ല 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 സാധനമാണ്. ചെറും തുച്ഛമായ വിലയിലാണ്. അങ്ങനെ സോപ്പും പൊടി കോൺടാക്ട് നമ്പർ എല്ലാവർക്കും ഒരു സാധനം കണ്ടോ, സകല സാധനമുണ്ട്. അല്ല നിങ്ങളൊന്നും ആരും വാങ്ങണില്ലേ? ഞാൻ വാങ്ങിക്കണല്ലോ. രജ്ജുവാണല്ലേ? വണ്ടി ആയിക്കോളെ. ഒരു ഏർപ്പാടായിട്ട് നമ്മൾ തോന്നല്ലോ. ഞാൻ പോവാട്ടോ. ആ തന്നെ എപ്പം കൂടെ നേരത്തെ പറഞ്ഞിട്ടില്ലേ. എല്ലാരും വാങ്ങിട്ടോ എല്ലാരും വാങ്ങി ആ ഒരു സംരംഭം വിജയിപ്പിച്ചു കൊടുക്കിട്ടോ. ഗൂഗിൾ പേ തന്നെ നിങ്ങളെ കായ് എടുക്കി പറ്റിച്ചാൽ നിൽക്കല്ലേ. വേണ്ട ആയിക്കോട്ടെ, അത് വേണ്ട. അല്ലേ ആ പരിപാടി വേണ്ട കേട്ടോ. ആ അപ്പാൻ്റെ കുട്ട എടുത്താൽ മതി. ഇതേക്കോട്ടെ പോരെ, മേലെ പോവാ. ഞങ്ങൾ പോയിട്ടോ. പോവാ നമ്മള് പോവാ. ഒരു 2 മണിക്കൂർ നിന്നിട്ട് അവിടെ പോകുന്നതാണ്. ഞാനെ കണ്ടല്ലോ വെയിൽ കൊണ്ട് ആകെ കുഴങ്ങി ഊതിയുടെ തീർന്ന് ഇതിനെ മുളക്കട് കയറിയിട്ട്. എല്ലാവരും നല്ല തണുപ്പത്താൻ പണിയെടുക്കണത്. നമ്മളെ കഥ അങ്ങനെയൊക്കെ തന്നെയാണ്. വെയിലത്ത് ഇങ്ങനെ ആജാതി വെയിൽ കൊണ്ട് മതിയായിക്കണ്. കണ്ടും മൂറ കണ്ടല്ലേ, ആകെ കുഴങ്ങി. കുറേ നേരമായി വെയിലുള്ളതാണ്. ഇതാ വെയിലുള്ളാൻ വരുന്നേ. മറ്റേയാളതാ ഉടുതുണി കഴിച്ചാണ്. തുണിയൊക്കെ കഴിച്ചേണ്ടി വരും. ഇവിടെ തുണക്കാരനാണ് വെയിൽ കൊണ്ട് നിൽക്കണം. ആ ചെറുക്കനെ കണ്ടല്ലോ, ആ ചെറുക്കനൊക്കെ വെയിലുള്ള തുടങ്ങി എത്ര നേരമായാലോ. പാവാണ്. ആറാൻ്റെ കച്ചിലൊക്കെ ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിലേ, ആറാൻ്റെ കച്ചിലൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നല്ല നയിപ്പ. വെയിൽ ഇങ്ങനെ കൊണ്ട് പെരും വെയിൽ കൊണ്ട് വൈകുന്നേരമാക്കണം. ഈ ഡ്രൈവർ കുറേ നേരമായടാ പാവം. ആ ജാതി മരുഭൂമിയിലെ വെയിലാണ്. വേറൊന്നുണ്ട് അവിടെ അപ്പുറത്ത്. എല്ലാവരും കൊട്ടാൻ വെയിലത്തെ അരിപ്രശ്നമാണല്ലോ. മരുഭൂമിയിലെ വെയിൽ ഇത്ര നേരം നിൽക്കണതിന് മുകളിലോ. അരിയാണല്ലോ പ്രധാനം. വേറെ ഡ്രൈവർ ഇത് അവിടെ നിൽക്കണം. പാവാണ്. ഒക്കെ ടിപ്പറിൻ്റെ ഡ്രൈവർമാരൊക്കെ പച്ചപ്പാവങ്ങളാണ്. ചെറിയ ഇടങ്ങേറായാണ്ട് ഇത്രയും വെയിലൊക്കെ കൊണ്ട് കഷ്ടപ്പെട്ടിട്ടാണ് ഇയാൾ കല്ല് കൊല്ലട്. ഇത് കൊണ്ടുപോയി തട്ടി ഇതിൻ്റെ കായ് കിട്ടിയിട്ടൊക്കെ വേണം. പാവങ്ങളാണ്. അതിൻ്റെ കൂടെ വേറെടുത്തത് അവിടെ. ഇത് കുറേ നേരമായി വെയിലത്ത് ഇങ്ങനെ അങ്ങോട്ടോട്ട് ഉരുട്ടി കിടക്കണം. പാവങ്ങൾ, പച്ചപ്പാവങ്ങൾ. വേറെ ഡ്രൈവറതാ അതിലടക്കണം. ചൂടുകൊണ്ടാണതേ. ഉടുതുണി കഴിച്ചേക്കാണ്. ഉടുതുണി കഴിച്ച് തലയിൽ ചീറ്റിയേക്കാം. അവിടെ നിന്ന് കാര്യമില്ല. അതിൻ്റെ മുകളിൽ കോരിയാണ്. കോരിൻ്റെ മുകളിലേ മരമൊന്നും ഉണ്ടാവില്ല. കുറച്ചു നേരം മരത്തിനോട്ട് പോയിക്കാതിരുന്ന മരമൊന്നും ഉണ്ടാവില്ല കേട്ടോ. പിന്നെ എവിടെ നിൽക്കാൻ പറ്റില്ല. ഈ വെയിൽ മണിക്കൂർ കണക്കത്തിനുള്ളിൽ കുതിരയുടെ കൊള്ളണം. കോറിനുള്ള മരമോ ഷെഡോ പേരയോ ഒന്നും ഉണ്ടാവില്ല. നിന്ന് കൊള്ളന്നെ വേണം. പാവങ്ങളാണ്, പച്ചപ്പാവങ്ങൾ.
പറഞ്ഞത് ഞായറാഴ്ചയാണെന്ന് കല്യാണത്തിലോണ്ട് ഡ്രൈവർമാർ വരൂല എന്ന് പറഞ്ഞു. എങ്ങനെ 4-5 ഡ്രൈവർമാരുള്ളൂ അവിടെ മറ്റേ താഴത്ത് താഴെട്ടോ മേലെ എത്ര ഉണ്ട് അറിയില്ല. ഇവിടെ അതേമാതിരി 4-5 ആൾക്കാർ. കല്ലുണ്ട് കല്യാണ ക്യാപ്പാണ് നടക്കുന്നത്. ഇടിവളക്കോരിലും കൂടി ഇതില് ഉൾപ്പെട്ടാല് നല്ല കളിയാണ്. അപ്പൊ അങ്ങനെ ചെറിയ നേക്കണ്ടെന്നാ പറഞ്ഞത്. ഇപ്പൊ അങ്ങനെ നേപ്പ് പറഞ്ഞോണ്ടെന്നല്ല എല്ലാരും പാടെ തൊപ്പിച്ചാണ്ട് വീട്ടിന്ന് കൊണ്ടേക്കണ്. പാച്ചപ്പാ ഈ 40 വയസ്സായി ഇഞ്ഞൊക്കെയാണ് പറ്റിച്ചിക്കണത്. 40-47 വയസ്സായി ഇഞ്ഞൊക്കെ പറ്റിച്ചിക്കണ. ഇഞ്ഞൊക്കെ സ്റ്റാമ്പിക്കണം. ഇപ്പം ഇഞ്ഞ ശരിയാക്കി പോയിക്കണേ. ഇന്നിപ്പോ ഓന്റെ നേക്കപ്പോ എന്താ കല്യാണാണ്, ആളുകളൊന്നും ഡ്രൈവർമാർ വരില്ല എന്നാണ്. അപ്പൊ ഞങ്ങക്ക് നേക്കൊക്കെ പറഞ്ഞാടോ പോവാണ്. മണിയെ ഇവനെ പോയിക്കൊണ്ടിട്ടോ. ആ അപ്പൊ കല്യാണ നേക്കുണ്ടാവും പറഞ്ഞിട്ടോ നമ്മളെ ഏൽപ്പിച്ച് പോകണം. ഇന്നലെ കിട്ടിയൊരു ലെക്ക് കിട്ടിയാണ് അവിടെ മട്ടീനി. അതിൽ ഞാൻ ഓനോട് പോയിങ്ങാണ്ട് മട്ടീന്നില്ല നല്ല വല്ല് കയറ്റി തരുമോ ചോദിച്ചു. ഓൻ പറഞ്ഞു ഇവിടെ നടക്കൂല സമീറാണ്. ഞാനവിടെ കുത്തിരിക്കുക എന്നിട്ട് സംഗതി നടക്കില്ല. ഞാൻ ഒരിടത്ത് കുറച്ച് നേരം വർത്താനം പറഞ്ഞ ഇങ്ങനെ ഇരുന്നതാ. അതിൽ പിന്നെ നടക്കാൻ വേണ്ടി വർത്താനം പറയണേ. അവിടെ മോന്തിയിൽ കല്യാണം പൊന്തി കയറ്റിയാലും വെച്ചു വണ്ടി കൊണ്ടിരുന്നത് ആണ് കയറ്റി. ഞാൻ കയറ്റിയാണ് കുഞ്ഞാപ്പുണ്ട് ഫോട്ടോ മുട്ടിക്കണ ഏതോ ഗ്രൂപ്പൊക്കെ. ആ കറക്കി കുത്തി നമ്മളത്ത് കത്തിക്കണത്. ജീവല്ലോലൊക്കെ മരിച്ചോട്ടെ, കുഴപ്പമൊന്നുമില്ലേ. ജീവല്ലോലും മരിച്ചോട്ടെ, നമ്മളെ കൊണ്ട് വയ്ക്കൂല. വെയിലുള്ള കൊട്ടം വെയിലുള്ളാന് മരുഭൂമിക്ക് ഇല്ലടാ ഗ്യാപ്പം. ടൈമാകുമ്പോൾ ഞാൻ പോയി കയറ്റിക്കൊണ്ട്. മരുഭൂമിയാണത്. ഒട്ടകം കൂടി അങ്ങനെ വെയിലുള്ള കൊള്ളലുണ്ടാവില്ല. ആ ജാതി വെയിലാണ് എൻ്റെ മുകളിൽ. ആലും കയറ്റിക്കോളി. മേലെ പോയിക്കോ. കല്യാണ ഗ്യാപ്പുണ്ടോന്ന് അറിയണോ? എല്ലാവരും ഈ ചൂടത്തിപ്പം ഗ്ലാമർ ആകെ നഷ്ടപ്പെട്ടിക്കണ്. കുഞ്ഞാപ്പോ കണ്ടോ കരുവാളിച്ചിക്കണ്. 24 മണിക്കൂറും മരുഭൂമിയിലല്ലേ. അത് നോക്കണ്ട. കല്യാണ ഗ്യാപ്പുണ്ടോന്ന് അറിയണേ. ഡ്രൈവർമാരല്ല കല്യാണ ഗ്യാപ്പുണ്ടെന്നാണ്. കാക്ക കണ്ടോ? കാക്ക ആകെ പുറത്ത് പൊട്ടിക്കണ്. മുടിയൊക്കെ ചമ്പ കളറായിക്കണ്. പോയിക്കോളൂ മേലെ പോയിക്കോളൂ. സൂര്യൊക്കെ പോയിക്കണു. വേം വിട്ടോളി. ഞാനും പേരെ വേക്കല്.